കേരം തിങ്ങും കേരള നാട്ടിൽ കേമികൾ അങ്ങ് ഭരിക്കട്ടെ. 1987-കളിൽ KR ഗൗരിയമ്മയ്ക്കായി കൂട്ടിച്ചേർത്ത വാക്കുകൾക്ക് ഇന്ന് 40 വർഷങ്ങൾക്കും അപ്പുറം ഒരു ചരിത്രം കൂടിയാകുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ 11 വനിതാ MLA-മാരാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന കേരളത്തിൽ 1957-ലെ ആദ്യ നിയമസഭ മുതൽ കേരളത്തിൽ വനിതാ MLA-മാർ ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ പ്രാതിനിധ്യം ഒരിക്കലും 10% കൂടുതൽ കടന്നിട്ടില്ല. ഏറ്റവും ഉയർന്ന വനിതാ പ്രാതിനിധ്യം കേരളത്തിന് ലഭിച്ചത് 10ാം അസംബ്ലിയിലാണ്. 13 വനിതാ അംഗങ്ങളായിരുന്നു അന്ന് നിയമസഭയിലുണ്ടായിരുന്നത്. 1957 മുതൽ 10 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് KR ഗൗരിയമ്മ. മറ്റൊരു വനിതയ്ക്കും ഇങ്ങനെയൊരു അവസരം ലഭിച്ചിട്ടില്ല. ഒന്നാം നിയമസഭയിൽ 6 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. KO ആയിഷ ബായ്, KR ഗൗരി, റോസമ്മ പുന്നൂസ്, കുസുമം ജോസഫ്, ലീല ദാമോദരമേനോൻ, OT ശാരദാകൃഷ്ണൻ. രണ്ടാം നിയമസഭയിലേക്ക് എത്തുമ്പോൾ 7 അംഗങ്ങളും കുസുമം ജോസഫ്, ലീല ദാമോദരമേനോൻ എന്നിങ്ങനെ നേതൃമുൻനിരകൾ സംസ്ഥാനത്ത് 3 മുന്നണിയിലും കൂടി 48 വനിതകളാണ് മത്സരിച്ചത്. എന്നാൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 11 വനിതകൾ. UDF ഇത്തവണ 12 വനിതകളെയാണ് കളത്തിലിറക്കിയത്. അതിൽ 9 പേരെയും വിജയിപ്പിക്കാനായി. 18 വനിതകളെ വീതമാണ് LDF-ഉം NDA-യും മത്സരിപ്പിച്ചത്. ഇതിൽ LDF മത്സരിപ്പിച്ച 2 പേർ മാത്രമാണ് വിജയിച്ചത്. NDA-യിൽ നിന്ന് ആരും തന്നെ വിജയിച്ചതുമില്ല. LDF-ൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട വനിതകളിൽ വീണ ജോർജ്, R ബിന്ദു, J ചിഞ്ചുറാണി എന്നിങ്ങനെ 3 മന്ത്രിമാരും ഉൾപ്പെടുന്നു. 2026-ലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 1.38 കോടിയിലേറെ വരും. പുരുഷ വോട്ടർമാരുടെ എണ്ണമാകട്ടെ 1.32 ആണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.